അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സദലെ പ്രവാസികളോട് വീണ്ടും ഓർപ്പിക്കാം കേട്ടോ. ഞാൻ മുമ്പ് ഓൺവേഴ്സ് വീഡിയോ ഇട്ടിരുന്നു. നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയിട്ട് ആ വിസയ്ക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളുകൾ മറ്റൊരു വിസയിലേക്ക് വരുന്ന കാലാവധി പറഞ്ഞിട്ട് റീഎൻട്രി കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2-3 മാസം റീഎൻട്രി എക്സ്പയർ ആയാൽ ഇക്കാമ ഡേറ്റ് ഉണ്ടെങ്കിലും ഗവൺമെൻറ് നിങ്ങളത് ക്യാൻസലാക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വിസയിലേക്ക് വരാം. അത് ചെക്ക് ചെയ്യുമ്പോൾ അറിയുള്ളൂ അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയെന്നുള്ളത്. ഇനി നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയിട്ട് ഗവൺമെൻറ് ക്യാൻസലാക്കിയിട്ടില്ലെങ്കിൽ, ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് റിസ്കാത്ത് അഥവാ റീഎൻട്രി കഴിഞ്ഞ ശേഷം 1 മാസമോ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഗവൺമെൻറ് ക്യാൻസലാക്കിയില്ലെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് നിസ്കാത്ത് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേരിൽ വല്ല മുറൂറിൻ്റെ ഫൈനോ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും വണ്ടികളോ ഏതെങ്കിലും സാമ്പത്തിക കേസായിട്ടുള്ള ഇതുണ്ടെങ്കിൽ പുറത്ത് നിന്ന് നിസ്കാത്ത് ചെയ്യാൻ കഴിയില്ല. അത് ഗവൺമെൻറ് തന്നെ ക്യാൻസലാക്കണം. ഗവൺമെൻറ് ക്യാൻസലാക്കിയാൽ നിങ്ങൾക്ക് ഫൈൻ കൊടുക്കാനുണ്ടെങ്കിൽ ഗവൺമെൻറ് ക്യാൻസലാക്കിയാൽ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. അത് ഇക്കാമഡേറ്റോ എഗ്രിമെൻറ്റോ ഒന്നും ബാധകമല്ല. പുറത്ത് നിന്ന് ഇസ്കാത്ത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫൈനോ നിങ്ങളുടെ പേരിൽ വണ്ടിയോ സാമ്പത്തിക ഇടപാടോ ഉണ്ടെങ്കിൽ ക്യാൻസലാക്കാൻ കഴിയില്ല. പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഓക്കെ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇസ്കാത്ത് ചെയ്യാൻ ചെന്നപ്പോൾ അവർക്ക് മേലും ഫൈനുള്ളവരുണ്ട്, വണ്ടിയുള്ളവരുണ്ട്. പുറത്ത് നിന്ന് ഇസ്കാത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെ ക്യാൻസലാക്കണം. പുറത്ത് നിന്ന് ഇസ്കാത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ ഫൈനോ മുറൂറിൻ്റെ ഫൈനോ വണ്ടിയോ ഉണ്ടെങ്കിൽ ഇസ്കാത്ത് ചെയ്യാൻ കഴിയില്ല. അത് ഗവൺമെൻറ് തന്നെ ക്യാൻസലാക്കണം. അത് ചെക്ക് ചെയ്യുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. എന്ത് സംശയം എടുക്കാം. അസ്സലാമു അലൈക്കും.